stationery is not just for kids. ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സ്റ്റേഷനറി ഹോൾ വീഡിയോ ആയിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ 2025 വേണ്ടി വാങ്ങിച്ച കുറച്ച് ക്യൂട്ട് സ്റ്റേഷനറി സംഭവങ്ങളും പിന്നെ ജേർണലിങ്, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹോളായിരിക്കും ഇത്. പിന്നെ അതുപോലെ തന്നെ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് സ്റ്റേഷനറി ഇതിൽ കാണിക്കുന്നുണ്ടാവും. സോ കീപ് വാച്ചിങ്, ഹോപ്പ് യു വുഡ് എൻജോയ്. ആക്ച്വലി ഈ വർഷം പ്ലാനർ വാങ്ങിക്കുന്നതാണ് വിചാരിച്ചത്. ആൻഡ് ഒരു 3-4 വർഷമായിട്ട് ഞാൻ പ്ലാനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അലീഷ, സിംബ ലൈഫ് സ്റ്റൈൽ, ടോൾ എലിഫൻറ്റ്, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെ പ്ലാനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം ഞാൻ കുറച്ച് ചേഞ്ച് ആവാൻ വിചാരിച്ചു. ഞാൻ തന്നെ ഒരു ബുള്ളറ്റ് ജേർണൽ സെറ്റപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു അടിപൊളി ക്യൂട്ട് ബോ കവറുള്ള ഒരു നോട്ട്ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് ഇതിൽ ബുള്ളറ്റ് ജേർണൽ ടൈപ്പ് ഞാൻ തന്നെ കവർ പേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എൻ്റെ പേര് ഇതിൽ കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു എൻവലപ്പ് ഉണ്ടാക്കി അതിലെൻ്റെ ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എഴുതിയിട്ടു. അതേപോലെ ഈ ഇയറിലെ ഗോൾസും ഓരോ മന്തിലുള്ള ഗോൾസും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യുക. ഇതാണ് ജാനുവരി കവർ പേജ്. ബുള്ളറ്റ് ജേർണൽ ഒരു മന്തിൻ്റെ ഓൾ ഗോൾസ്, എന്തൊക്കെ ചെയ്യണം, അങ്ങനത്തെ മെയിൻ സംഭവങ്ങളൊക്കെ ഇതിലായിരിക്കും. പക്ഷേ ഈ ഒരു ബുക്ക് ഞാൻ എൻ്റെ ഗോ ടു പ്ലാനറായിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും കോണ്ടൻറ്റ് ചെയ്യണമെങ്കിൽ എപ്പോൾ ചെയ്യണം, എങ്ങനെ എന്തൊക്കെ ആഡ് ചെയ്യണം, ഇപ്പോൾ ഈ സ്റ്റേഷനറി ഹാൾ തന്നെ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യണം എല്ലാം ഇതിൽ എഴുതും. അപ്പോൾ ഇതെനിക്ക് ഇത്രയും ചെറുതായതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ്. അതേപോലെ എനിക്ക് സ്റ്റേഷനറിയിൽ ഏറ്റവും ഇഷ്ടം നോട്ട്ബുക്സും സ്റ്റിക്കി നോട്ട്സും ആണ്. അപ്പോൾ ഈ ഹാളിലും അത് കുറേ കാണാൻ പറ്റും. ഇത് ബാർബി തീമിലാണ്. എൻ്റെ ഗോ ടു പ്ലാനറായിരിക്കും ഇത്. എന്തൊക്കെ ഇപ്പോൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം ഒക്കെ ഇതിലായിരിക്കും ഉള്ളത്. ഇതിൽ കലണ്ടർ സ്പ്രെഡ് ഉണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ബുക്ക് മാർക്സ് ആണ്. ഇതിപ്പോൾ ഡെയിലി ടാസ്ക് എപ്പോൾ ചെയ്യണം, ഒരു പ്ലാനർ ടൈപ്പ് ആണെങ്കിൽ ഇതൊരു ടു ഡു ലിസ്റ്റ് ടൈപ്പാണ്. അതായത് ഡെയിലി ടാസ്ക്, അതായത് ഒരു വലിയ ടാസ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എസ്പെഷ്യലി എൻ്റെ വർക്കിലാണ് ഏറ്റവും ആവശ്യം വരിക. നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ടാസ്കും ഇമ്പോർട്ടൻറ്റ് നോട്ട്സൊക്കെ എഴുതാൻ അടിപൊളിയാണ്. പർപ്പിൾ എന്നുള്ള പേജിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഇറ്റ്സ് റിയലി യൂസ്ഫുൾ. അടുത്തത് ഈ ഒരു നോട്ട്ബുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആക്ച്വലി വാങ്ങിച്ചത് ഒരു വെൽനെസ് ജേർണലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ദ ഡേ, വാട്ട് ആർ ദ 3 things ദാറ്റ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ, അങ്ങനെ ഓരോ ടോപ്പിക്കിനെ പറ്റി എഴുതാൻ. ഇതിൻ്റെ കവർ പേജ് എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഡെയിലി ജേർണലിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഒരു വീക്ക്ലി പ്ലാനറാണ്. ഞാൻ എത്ര പ്ലാൻ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ക്യൂട്ടായി തോന്നി വാങ്ങിച്ചതാണ്. നമ്മളുടെ മീൽ പ്ലാനിങ് അല്ലാതെ വീക്ക്ലി ഒരു ഔട്ട്ലുക്കിന് വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിരിക്കും. ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ മീൽ പ്ലാനിങ്ങിനൊക്കെ ഇത് അടിപൊളിയാണ്. ഓരോ ദിവസവും ആ വീക്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് എഴുതാം. അടുത്തത് കുറേ സ്റ്റിക്കേഴ്സാണ്. ഞാൻ റെഗുലറായിട്ട് ജേർണലിങ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിതുപോലത്തെ സ്റ്റിക്കേഴ്സൊക്കെ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സിൽ നിന്നും ഒക്കെയാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. മീഷോയിൽ നല്ല അഫോർഡബിൾ ആയിട്ട് അടിപൊളി സ്റ്റിക്കേഴ്സ് കിട്ടും. ഞാൻ എൻ്റെ ഷോർട്സിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റിക്കർ ബുക്ക്. ഇത് ജസ്റ്റ് നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇത്രയും സ്റ്റിക്കേഴ്സ് വരും. ആൻഡ് നമുക്ക് ഇപ്പോൾ പർപ്പിൾ തീം ജേർണലിങ് ചെയ്യുമ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഈ 2 സ്റ്റിക്കേഴ്സ് ബുക്കാണ്. അലീഷ സൂസൻ്റെ ബിഗ് ബുക്ക് ഓഫ് സ്റ്റിക്കേഴ്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ക്യൂട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ലോണ്ട്രി ഡേ, മൂവി നൈറ്റ്, അങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അതെങ്ങനെ അവിടെ ഒട്ടിച്ചാൽ മതി. These are some cute stickers I collected for my journaling. അടുത്തത് ഈ ഒരു ക്യൂട്ട് ഫ്ലവർ ആണ്. ഇതെന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് എ സ്റ്റേപ്ലർ. ആൻഡ് ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ചതാണ്. അടുത്തത് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു സെറ്റ് ഓഫ് വാഷി ടേപ്പും അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റിക്കേഴ്സും വരുന്നുണ്ട്. എനിക്കിതൊരു 140 ആ റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ 5 വാഷി ടേപ്സും പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പക്ഷേ അത് 5-6 ഷീറ്റ്സേ ഉള്ളൂ, പക്ഷെ ക്യൂട്ടാണ്. അടുത്തത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച കുറച്ച് സ്റ്റിക്കി നോട്ട്സ് കാണിച്ചു തരാം. ആദ്യം ഈ ഒരു വിൻറ്റേജ്
ഫ്ലോറൽ തീമിലുള്ള ഒരു സ്റ്റിക്കേഴ്സാണ്. ഇതിൽ കുറേ സെറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഓരോ തീമിലായിട്ടാണ്. അപ്പം എപ്പോഴും സെയിം തന്നെ യൂസ് ചെയ്യണ്ട. ഭയങ്കര അടിപൊളി കേട്ടോ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിങ്ങനെ എഴുതാൻ സ്പേസ് ഉള്ളതും ഉണ്ട്, അല്ലാതെ ജസ്റ്റ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇതിപ്പോൾ നമുക്കതൊന്നും എഴുതാൻ പറ്റില്ല, പക്ഷെ ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. അടുത്തത് കുറച്ച് സെറ്റ് ഓഫ് 4 സ്റ്റിക്കി നോട്ട്സ്. ഇത് ഈ 4 ഒറ്റൊരു സെറ്റിൽ വന്നതാണ്. അതും സ്റ്റിക്കി നോട്ട്സ് ആണ്. ഒരു കാർട്ടൂൺ ഫ്ലോറൽ തീമിലൊക്കെ ആയിട്ടാണ്. സ്റ്റിക്കി നോട്ട്സ്. ഇത് ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇപ്പോൾ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്തിട്ട് അതിൽ എഴുതാം. ആൻഡ് ഇതപ്പോൾ കണ്ടൻറ്റ് കവർ ആവില്ല, കാരണം ഇറ്റ്സ് ട്രാൻസ്പെറൻറ്റ്. പിന്നെ ഇത് ഞാൻ മിനിസോന്ന് വാങ്ങിച്ച ഇങ്ങനത്തെ സ്റ്റിക്കി നോട്ട്സ്. ഇത് എൻ്റെ ഫേവറേറ്റ് പിങ്ക് ആൻഡ് പർപ്പിളിൽ വാങ്ങിച്ചൊരു സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. അടുത്തത് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ക്യൂട്ട് പാൻറ്റ തീമിൽ ഉള്ളതാണ്. ഇതിങ്ങനെ നോട്ട് പാഡ് പോലെ ഉണ്ട്. ഇവിടെയും കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്. ഇതിങ്ങനത്തെ ബുക്ക് മാർക്ക് പോലത്തെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റിക്കി നോട്ട്സും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ ഇത് ആക്രിലിക് മാർക്കറാണ്. ഇത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യാണ്, ആക്രിലിക് പെയിൻറ്റിങ് ഒക്കെ ചെയ്യില്ല, അതിന് പകരം നമുക്ക് ആക്രിലിക് മാർക്കർ യൂസ് ചെയ്യാം. പിന്നെ ഇത് പുതിയ സെറ്റ് ഓഫ് പേസ്റ്റൽ ആക്രിലിക് കളേഴ്സാണ്. നല്ല അടിപൊളി സോഫ്റ്റ് പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ്. ഇത് അടിപൊളിയാണ്. ഇത് നിങ്ങൾ റിവ്യൂ ഒക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര വർത്ത് ഇറ്റ് ആയിട്ടുള്ളതാണ്. ഞാനൊരു കേസ്, ഇതൊരു പൗച്ച് പോലെയാണ്. ഇതിലിങ്ങനെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് വെക്കാം. നമുക്കിപ്പോൾ പുറത്ത് ജസ്റ്റ് പിക്നിക്കൊക്കെ പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒക്കെ പോകുമ്പോൾ എനിക്ക് എല്ലാ ജേർണൽ സ്റ്റിക്കേഴ്സൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല. വേണ്ടത് മാത്രം ഇങ്ങനെ കൊണ്ടുപോകാം. അപ്പം ഒരു പൗച്ച് പോലെ, ആൻഡ് ഇറ്റ്സ് റിയലി ക്യൂട്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടുത്തത് ഇതുപോലത്തെ ക്യൂട്ട് പൗച്ചാണ്. ഇതൊരു സെറ്റായിട്ട് മിനിസോന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് ഇതെൻ്റെ ബുക്ക്, ഞാൻ എപ്പോഴും ബുക്ക് വായിക്കുമ്പോൾ ഇതും സൈഡിലുണ്ടാവും. കാരണം ഇത് ഹൈലൈറ്റേഴ്സ്, എന്തെങ്കിലും അതിൽ എഴുതണമെങ്കിലും ഒക്കെ ബുക്ക് മാർക്സ് ഒക്കെ ഉള്ളത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ, ഐ ഹാവ് എ അഡൽട്ട് കളറിംഗ് ബുക്ക്. ദിസ് ഈസ് റിയലി തെറാപ്യൂട്ടിക്. ലൈക്ക് നമ്മൾ ക്രാഫ്റ്റ് ഹോബി ടൈമൊക്കെ ഞാൻ ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇയറിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓൾറെഡി ഞാൻ കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദിസ് ഈസ് മെയിൻലി ടു മേക്ക് മൈ ഇന്നർ ചൈൽഡ് ഹാപ്പി. 2 ക്യൂട്ട് ഗിഫ്റ്റ് കാണിക്കാനുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. ആൻഡ് ദിസ് ഈസ് എ ക്യൂട്ട് ഇറേസർ. ഇതും ഒരു ക്യൂട്ട് ഇറേസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഹോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. And also this video is to remind you that stationery is not just for kids. We adults also deserve it. So keep your inner child alive. Shop stationery. Bye bye.